നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കൂടുതൽ ധനസഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ കാണും. ചൊവ്വാഴ്ചയാണ് കൂടിക്കാഴ്ച. പ്രധാനമന്ത്രിയെ കാണാനും നീക്കമുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേന്ദ്രം അനുവദിച്ച തുക അത് അപര്യാപ്തമാണ്. അത് സംസ്ഥാനം ചോദിച്ചതിനേക്കാൾ വളരെ കുറവാണ്, 260 കോടി എന്നുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഡൽഹിയിലേക്ക് എത്തുകയാണല്ലേ? അനുജ, മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് വയനാട് ദുരിത നിവാരണത്തിനുള്ള കേന്ദ്ര സഹായം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയെ കാണാൻ സമയം തേടിയിരുന്നു. ഇക്കാര്യത്തിലാണ് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ചയായിരിക്കും ഈ കൂടിക്കാഴ്ച. ചൊവ്വാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് എത്തും. ഉച്ചയോടെയായിരിക്കും ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതിനുശേഷം വൈകിട്ട് തന്നെ അദ്ദേഹം മടങ്ങും. പ്രധാനമായും വയനാട് ദുരിത നിവാരണത്തിനായുള്ള കേന്ദ്ര സഹായം എന്നത് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിലെ അജണ്ട. അതിൽ 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം നേരത്തെ തന്നെ കേരളം മുന്നോട്ട് വച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള MP-മാർ ഒന്നിച്ച് തന്നെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് പ്രത്യേക നിവേദനവും സമർപ്പിച്ചിരുന്നു. എന്നാൽ നിലവിൽ ലഭിച്ചിരിക്കുന്നത് അപര്യാപ്തമായ ഒരു തുകയാണ് എന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ തുക അനുവദിക്കണം എന്ന ആവശ്യമാകും മുന്നോട്ട് വയ്ക്കുക. ഇതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാൻ എന്ന സൂചനയാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വികസനം, ഒപ്പം തന്നെ വയനാട് ദുരിത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ചൊവ്വാഴ്ച ഡൽഹിയിൽ നടക്കുക. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും മുഖ്യമന്ത്രി സമയം തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ എന്നാൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ ചൊവ്വാഴ്ച തന്നെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സാഹചര്യവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അനുജ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തുടർച്ചയായ 2ാം ദിവസവും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളാണ് ഇന്ന് ചോദിച്ചറിഞ്ഞത്. അതേസമയം 2019 കൈമാറിയത് ചെമ്പുപാളികളാണ് എന്ന ദിവസങ്ങൾക്ക് മുൻപുള്ള നിലപാടിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ മലക്കം മറിഞ്ഞു. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തും സംഭാവന സ്വീകരിച്ചിട്ടുണ്ടോ, തങ്കവാതിൽ ഘോഷയാത്രയുടെ പണച്ചിലവ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വ്യക്തത തേടിയത്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി മടങ്ങി. അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലെല്ലാം വെളിപ്പെടും. എന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. 2019 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൈമാറിയത് ചട്ടങ്ങൾ പാലിക്കാതെ എന്ന് വ്യക്തമാക്കുന്ന മാസ്റ്റർ വിവരങ്ങൾ പുറത്തുവന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളി എന്ന മുൻ പ്രസ്താവന അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ തിരുത്തി. 44 കിലോ സ്വർണം കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിന്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും CBI അന്വേഷണം വേണമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിന്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി കണ്ടെടുത്തി അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെന്റ് തയ്യാറായാൽ നന്നായിരിക്കും. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനും ദേവസ്വം വിജിലൻസ് നീക്കം നടത്തുന്നുണ്ട്. വാസുദേവൻ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 3 സഹായികളെയും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. പാലക്കാട്ടെ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ന്യായീകരണവുമായി ആശുപത്രി അധികൃതരും KGMOയെയും. ഡോക്ടേഴ്സിന്റെ വീഴ്ചയല്ലെന്നും അപൂർവമായി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനാണ് എന്നും പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ പറഞ്ഞു. നിറവ്യത്യാസവും വേദനയും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചുവെന്ന ഡോക്ടേഴ്സിന്റെ വാദം പച്ചക്കള്ളം എന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം. വിരലുകൾ അനക്കണം, കാരണം എന്നാലേ രക്തചംക്രമണം ഉണ്ടാവുള്ളൂ, നീര് വെക്കാതിരിക്കുള്ളൂ എന്നുള്ളത് പറയും. പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തിന് നീര്, വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പരുക്കുമായി ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയുടെ കുടുംബത്തിന് നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെയും ഓർത്തോ വിഭാഗം മേധാവിയുടെയും വിശദീകരണം. എന്നാൽ ഇത് നുണയെന്ന് കുട്ടിയുടെ മാതാവ് പ്രസീത 24-നോട്. അവര് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പെൺകുട്ടിക്ക് എക്സ്റേ പരിശോധിച്ച് ചികിത്സ നൽകി. എന്നാൽ
രക്തക്കുഴലിന്റെ ഉള്ളിലെ പാളിയിൽ മുറിവുണ്ടായാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ്. ഡിഎംഒയ്ക്ക് ലഭിച്ച റിപ്പോർട്ട് സമർത്ഥിച്ചാണ് ഡോക്ടേഴ്സിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന വാദം. സാഹചര്യങ്ങൾ വിലയിരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ചികിത്സാ സഹായമടക്കം ഉറപ്പാക്കി സംരക്ഷിക്കുമെന്ന് MLA കെ ബാബു പറഞ്ഞു. 24 പാലക്കാട്. 25 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യശാലി അജ്ഞാതയായി തുടരും. ബമ്പർ അടിച്ചത് പുറത്തറിയിക്കേണ്ട എന്നാണ് തീരുമാനം. നെട്ടൂർ സ്വദേശിനിയാണ് കോടിപതിയെന്ന് 24-ലൂടെ ലോട്ടറി ഏജന്റ് വെളിപ്പെടുത്തിയതോടെ ആകാംക്ഷ വാനോളമായി. പൊതുമധ്യത്തിൽ എത്താതെ ബാങ്കിൽ നേരിട്ടെത്തി ലോട്ടറി കൈമാറാനാണ് സാധ്യത. അടിച്ചെന്ന് സംശയിക്കുന്ന ആളുടെ വീട് അടച്ചുപോയേക്കണേ. വ്യക്തമായിട്ട് എനിക്കറിയില്ല. എന്നാലും 12 മണിക്കുള്ളിൽ ആള് പ്രത്യക്ഷപ്പെടും. ഭാഗ്യശാലി 12 മണിയോടെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് ലോട്ടറി ഏജന്റ് ലതീഷ് പറഞ്ഞതോടെ ആരെന്നറിയാനുള്ള ആകാംക്ഷയും കാത്തിരിപ്പുമേറി. ബമ്പറടിച്ച സ്ത്രീയെ താൻ ഇന്നലെ കണ്ടെന്ന് ലതീഷിന്റെ സുഹൃത്ത് സലാം. എന്താ ഇത്ര ആൾക്കാരെന്നൊക്കെ ചോദിച്ചതാണ്. അവർക്ക് ചിലപ്പോൾ പേടിയായിട്ടായിരിക്കും പറയാനുള്ള. പേരറിയില്ല ആണെന്നാ തോന്നുന്നു കേട്ടോ. 12 മണിയോടെ ഭാഗ്യശാലിയെ കാണാൻ ലോട്ടറി ഏജൻസിക്ക് മുന്നിൽ തിരക്കേറി. നിയന്ത്രണത്തിന് പോലീസുമെത്തി. എന്നാൽ പൊതുമധ്യത്തിൽ വരാൻ ഭാഗ്യശാലിക്ക് ആഗ്രഹമില്ല. അവർ വരൂല. അവർ പ്രത്യക്ഷപ്പെടാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് തന്നെയാണ് അടിച്ചേക്കണമെന്നാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അവർ വരില്ല, പ്രത്യക്ഷപ്പെടില്ല. അവർ ആളും ആരവും കണ്ടതോടെയാണ് പൊതുമധ്യത്തിൽ വരാനുള്ള തീരുമാനത്തിൽ നിന്ന് ഭാഗ്യശാലി പിന്മാറിയത്. ആകാംക്ഷയും കാത്തിരിപ്പും ഇനിയും നീളും. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. കാസർഗോഡ് കുമ്പളയിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രമേയമാക്കി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം തടഞ്ഞ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് കൈമാറി. അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിലുള്ളത്. ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തി കലോത്സവം നാളെ നടത്താനാണ് തീരുമാനം. മൈമ വിവാദത്തിൽ പ്രാഥമിക റിപ്പോർട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. വിശദമായ അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. അധ്യാപകരായ പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവർക്ക് തെറ്റ് പറ്റിയെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇവരോട് വിശദീകരണം നൽകാൻ ശുപാർശയിലുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. വിവാദങ്ങൾക്കിടെ നിർത്തിവെച്ച കലോത്സവം നാളെ വീണ്ടും നടത്താൻ തീരുമാനിച്ചു. 4 വേദികളിലായാണ് കലോത്സവം. മൈം ഉച്ചയ്ക്ക് 12 മണിക്ക് വേദിയിൽ അവതരിപ്പിക്കും. ആരോപണ വിധേയരായ അധ്യാപകരെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. മൈമ് നിർത്തിവെച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 24 കാസർഗോഡ്. ഹിമാലയൻ മേഖലയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രളയക്കെടുതി രൂക്ഷം. നേപ്പാളിൽ 47 പേർ മരിച്ചു. വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിൽ മരണം 17ആയി. സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിൽ അതീവ രൂക്ഷമാണ് സാഹചര്യം. മണ്ണിടിച്ചിലിൽ മിരിക്, സുക്കിയ, പൊഖാരി എന്നിവിടങ്ങളിൽ മാത്രം 14 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. മണ്ണിടിച്ചിലിൽ പശ്ചിമ ബംഗാളിലും സിക്കിമിനും ഇടയിലുള്ള റോഡ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. ബാലസൺ നദിക്ക് കുറുകെയുള്ള ദുഡിയ ഇരുമ്പ് പാലം തകർന്നതോടെ ഡാർജിലിംഗിനും സിരിഗുഡിക്കും ഇടയിലുള്ള പ്രധാന റോഡ് തടസ്സപ്പെട്ടു. നേപ്പാളിൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലുള്ള ഇലാം ജില്ലയിലുണ്ടായ വ്യാപക മണ്ണിടിച്ചിലിൽ നിരവധി പാലങ്ങൾ ഒലിച്ചുപോയി. റോഡുകൾ തകർന്നു. കോശി ബാരേജിന്റെ 56 ഗേറ്റുകളും തുറന്നു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിന് പിന്തുണ അറിയിച്ചു. മേഖലയിലെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വടക്കൻ ബംഗാൾ, സിക്കിം, മേഘാലയ എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ടും ബീഹാർ, ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ബീഹാറിൽ SIR നടപ്പാക്കിയത് നിയമപരമായാണ്. നവംബർ 22-ന് മുൻപ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി. 1-2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. നിയമസഭയുടെ കാലാവധി നവംബർ 22-ന് അവസാനിക്കും. അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് ഗ്യാനേഷ് കുമാർ. स्पेशल इंटेंसिव रिवीजन ये कार्य 24 जून 2025 से शुरू हुआ और कालावधि पूर्ण होने से पहले ही समयबद्ध तरीके से सभी मतदाताओं के सहयोग के साथ समाप्त हुआ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കമ്മീഷണർ അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനായെന്നും കമ്മീഷൻ.
ബീഹാർ തെരഞ്ഞെടുപ്പ് മാതൃകയാക്കിയാകും ഇനി രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തുക. ഓരോ പോളിംഗ് ബൂത്തിലും പരമാവധി 1200 വോട്ടുകൾ മാത്രമാണ് ഉണ്ടാകുകയെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പോളിംഗ് ബൂത്തിലും 100% വെബ്കാസ്റ്റിംഗ്, പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോകൾ ഉൾപ്പെടുത്തും, സീരിയൽ നമ്പറുകൾ വലിയ അക്കത്തിൽ രേഖപ്പെടുത്തും തുടങ്ങിയവയാണ് മറ്റു പരിഷ്കാരങ്ങൾ. 24 ഡൽഹി. തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയുടെ പ്രചാരണ വാഹനമിടിച്ചുണ്ടായ അപകടത്തിൽ കേസെടുത്ത് പോലീസ്. നടപടിയെടുക്കാത്തതിൽ പോലീസിനെ മദ്രാസ് ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഇതിനിടെ ദുരന്തം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം കരൂരിലെത്തി. നാമക്കലിൽ നിന്ന് കരൂരിലേക്കുള്ള യാത്രയിൽ തവിട്ടുപാളയം ചെക്ക് പോസ്റ്റിന് സമീപമായിരുന്നു അപകടം. അലക്ഷ്യമായി വാഹനമോടിച്ചതിനാണ് വേലായുധം പാളയം പോലീസ് കേസെടുത്തത്. അപകടത്തിന് ശേഷം വാഹനം നിർത്താതിരുന്നത് ചോദ്യം ചെയ്ത മദ്രാസ് ഹൈക്കോടതി വിജയിയുടെ പ്രചാരണ വാഹനം കസ്റ്റഡിയിലെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെ കേസന്വേഷിക്കാൻ കോടതി നിയോഗിച്ച പ്രത്യേക സംഘം കരൂരിലെത്തി. നോർത്ത് സോൺ IG അസ്ര ഗർഗിന്റെ നേതൃത്വത്തിലുള്ള ടീമിൽ 2 വനിതാ ഉദ്യോഗസ്ഥരടക്കം 8 പേരാണുള്ളത്. മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ TVK നേതാക്കളായ N ആനന്ദും CT നിർമ്മൽകുമാറും സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഇതിനിടെ ആദ്യമായി കരൂരിലെത്തിയ TVK നേതാക്കൾ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെയും പരുക്കേറ്റവരെയും സന്ദർശിച്ചു. അപകട സ്ഥലത്ത് വിജയ് എത്താത്തതിൽ ജില്ലാ നേതാക്കൾക്ക് അമർഷമുണ്ട്. 24 ചെന്നൈ. ലഡാക്ക് സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്. അതേസമയം നിലവിലെ സമാധാന ചർച്ചകൾ ഫലം കണ്ടെന്ന് ലഡാക്ക് ഭരണകൂടം അറിയിച്ചു. ലഡാക്ക് പ്രക്ഷോഭത്തിൽ കസ്റ്റഡിയിലെടുത്ത 30 പേരെ ഇതിനോടകം വിട്ടയച്ചതായി ഭരണകൂടം വ്യക്തമാക്കി. സോനം വാങ്ചുകിന്റെ അറസ്റ്റിൽ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ നൽകിയ ഹേബിയസ് കോർപ്പസ് സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാനത്ത് നടപടികൾ കർശനമാക്കുമെന്ന് SKN40 രണ്ടാം ഘട്ടമായി ജ്യോതിർഗമയിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. വിതരണ ശൃംഖലകൾ കണ്ടെത്തി ഇല്ലാതാക്കും. ജനകീയ ഇടപെടലാണ് വേണ്ടതെന്നും DGP ജ്യോതിർഗമയിൽ പറഞ്ഞു. ലഹരി വിൽപ്പനയ്ക്കെതിരെ നടപടികൾ കർശനമാക്കിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. യൂസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അവരെ അതിനുവേണ്ടി പിന്തിരിപ്പിക്കാനുള്ള ഒരു കാര്യം നടക്കുന്നതാണ്. രണ്ടാമത്തേത് പെഡലേഴ്സിനെ അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അവർക്കെതിരായ കർശനമായ നടപടി സ്വീകരിക്കുക. ലഹരിക്കെതിരായ 24ന്റെ ദൗത്യം രാജ്യത്തിനു തന്നെ മാതൃകയെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇന്ന് ഏറ്റവും നല്ല ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അത് എടുത്തിരിക്കുന്നത്. 24നോട് പ്രത്യേകം രാജ്യം തന്നെ കടപ്പെട്ടിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വിമുക്തിയിലൂടെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടിയവരെ കുരുക്കാൻ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതായി എക്സൈസ് കണ്ടെത്തി. ഇതിനെതിരെ നടപടികൾ കർശനമാക്കുകയാണ് എക്സൈസ് വകുപ്പ്. ഇയാളുടെ പുറകെ കൂടിയിരുന്ന മാഫിയ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർ ഇയാൾക്കെതിരെ പരാതി അയക്കുകയാണ്. ഇയാളെ കാണാതെ വരുമ്പോൾ ഇയാളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അയാൾക്കെതിരെ പരാതി അയക്കുന്ന സാഹചര്യം പോലും നിലവിലുണ്ട്. അപ്പോൾ ഇയാൾ വീണ്ടും ഈ രംഗത്തേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ലഹരിക്കെതിരായ ബോധവൽക്കരണവും മാർഗനിർദ്ദേശവും ശരിയായ രീതിയിലാകണമെന്ന് നാർക്കോട്ടിക്സ് അക്കാദമി മുൻ മേധാവി G ശ്രീകുമാർ മേനോൻ. ഇതിന് 2 വശമുണ്ട്. നമ്മൾ ഡ്രഗ്സിൽ ഡീൽ ചെയ്യുമ്പോൾ പറയും, അതായത് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒരു അറിവില്ലാത്ത ആൾ പോലും അതിന് മുകളിൽ എൻലൈറ്റൻഡ് ആവും. ഈ ബോധവൽക്കരണം കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർക്കും ബോധവൽക്കരണം വരും. അപ്പോൾ ദേ മേ ബി ടെംപ്റ്റഡ് ടു യൂസ് ഇറ്റ്. ലഹരി വിരുദ്ധ സന്ദേശവുമായി നാർക്കോട്ടിക്സ് അക്കാദമി മുൻ മേധാവി എഴുതിയ ഹിമാലയൻ ബ്ലൂ പോപ്പി പുസ്തക പ്രകാശനം 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങയുടെ അനുവാദത്തോടുകൂടി അപ്പൊ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ നമുക്കൊരു VIP ഉണ്ട്, അനുജ രാജേഷ്. ആൾക്കാരിൽ ഒരു എത്തട്ടെ ഈ സന്ദേശം. ന്യൂസ് ഡെസ്ക് 24. പ്രകാശ് രാജ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനാകും. സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 128 സിനിമകളാണ് അവാർഡിനെത്തിയത്. നാളെ രാവിലെ സ്ക്രീനിംഗ് ആരംഭിക്കും. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, കൂടുതൽ വിശദാംശങ്ങൾ. അനുജ, 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാനായാണ് ഈ നടനും നിർമ്മാതാവും സംവിധായകനും കൂടിയായ പ്രകാശ് രാജിനെ നിയമിച്ചത്. ഈ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. 128 സിനിമകളാണ് ഈ അവാർഡിനായി ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനുള്ള സ്ക്രീനിംഗ് നടപടികൾ നാളെ രാവിലെ മുതൽ തന്നെ ആരംഭിക്കുമെന്നതാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ജൂറി ചെയർമാന് പുറമെ സംവിധായകരായ രഞ്ജൻ പ്രമോദും ജിബു ജേക്കബും പ്രാഥമിക
വിധി നിർണയ സമിതിയിലെ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായി പ്രവർത്തിക്കും. ഇവരെയും ഇതുമായി ബന്ധപ്പെട്ട് നിയമിച്ചിട്ടുണ്ട്. ഇരുവരും അന്തിമ വിധി നിർണയ സമിതിയിലെ അംഗങ്ങളായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിൽ അവാർഡ് നിർണയത്തിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും അറിയിച്ചിരിക്കുന്നത്. MG പ്രദേശ്, തിരുവനന്തപുരത്ത് നിന്ന്. PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് കെ മാധവന്. നിലവിൽ ഡിസ്നി ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഉപദേശകനാണ് കെ മാധവൻ. ദൃശ്യമാധ്യമ രംഗത്തെ സംഭാവനകൾക്കാണ് പുരസ്കാരം. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ ചെയർമാനും ഡോക്ടർ CK രാമചന്ദ്രൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട് എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഒക്ടോബർ 21 കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.